5 വർഷത്തിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കുകൾ കുറവ് വരുത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി വായ്പകളുടെ പലിശ നിരക്ക് മാത്രമല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കും കുറയാനുള്ള സാധ്യതയാണ് വിപണിയിൽ ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. 2025 ഫെബ്രുവരി 7-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കുകൾ കുറവ് വരുത്തിയത്. എന്താണ് ഈ റിപ്പോ നിരക്ക്? വാണിജ്യ ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്കെന്ന് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ RBI 0.5% പലിശ നിരക്ക് കുറച്ചതോടെ റിപ്പോ നിരക്ക് 6.25% കുറഞ്ഞിട്ടുണ്ട്. RBI റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയതിനാൽ റിപ്പോ റേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാത്തരം ബാങ്ക് വായ്പകളുടെയും പലിശ നിരക്ക് കുറയുന്നതാണ്. ഉദാഹരണമായി ഭവന വായ്പ, വാഹന വായ്പ, വിദ്യാഭ്യാസ വായ്പ, ഗോൾഡ് ലോൺ, കാർഷിക വായ്പ, വ്യക്തിഗത ലോൺ അതായത് പേഴ്സണൽ ലോൺ തുടങ്ങിയവയുടെ ഒക്കെ തന്നെ പലിശ നിരക്ക് കുറയുന്നതാണ്. വായ്പകളുടെ പലിശ നിരക്കിൽ എത്ര ശതമാനത്തോളമാണ് കുറവുണ്ടാകുന്നത്? നിങ്ങളെടുത്തിട്ടുള്ള ഭവന വായ്പ, വിദ്യാഭ്യാസ വായ്പ, ഗോൾഡ് ലോൺ തുടങ്ങിയവയൊക്കെ തന്നെ എത്ര ശതമാനം പലിശയ്ക്കാണോ വായ്പ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും 0.5% പലിശയിൽ കുറവുണ്ടാകാനാണ് സാധ്യത. ഉദാഹരണമായി യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ തന്നെ അവയുടെ വായ്പാ പലിശ നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. വായ്പ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം വായ്പാ പലിശ നിരക്കുകൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭവന വായ്പ, വാഹന വായ്പ തുടങ്ങിയൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഇത് വളരെയേറെ ആശ്വാസകരമായിരിക്കും. മാത്രമല്ല വ്യക്തിഗത വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് അതായത് പേഴ്സണൽ ലോൺ എടുത്തിട്ടുള്ളവർക്കും ഇത് വളരെയേറെ ആശ്വാസകരമായിരിക്കും. കാരണം വ്യക്തിഗത വായ്പകളുടെ പേഴ്സണൽ ലോണുകളുടെ പലിശ നിരക്ക് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം നിക്ഷേപകർക്ക് ഇതൊരു നല്ല കാര്യമല്ല. കാരണം വായ്പകളുടെ പലിശ നിരക്ക് കുറയുന്നതിനോടൊപ്പം തന്നെ നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും ബാങ്കുകൾ കുറയ്ക്കുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയതിനാൽ താമസിയാതെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കും ബാങ്കുകൾ കുറയ്ക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ളവരെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നിരക്കുകൾ വരുന്ന കുറവും ബാധിക്കുന്നതല്ല. അവർ എത്ര കാലത്തേക്കാണോ ഫിക്സഡ് ഡെപ്പോസിറ്റ് നിക്ഷേപം നടത്തിയിട്ടുള്ളത് അത്രയും കാലത്തേക്ക് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന പലിശ നിരക്ക് തുടർന്നും ലഭിക്കുന്നതാണ്. ഉദാഹരണമായി നിങ്ങളൊരു 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ഒരു 5 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് കരുതുക. അതിനിപ്പോൾ 8% നിരക്കിൽ പലിശ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള കാലാവധി പൂർത്തിയാകുന്നതുവരെ 8% നിരക്കിൽ തന്നെ നിങ്ങൾക്ക് പലിശ ലഭിക്കുന്നതാണ്. അതേസമയം ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ കുറച്ചുകൊണ്ട് ബാങ്കുകൾ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പുതുതായി ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുന്നവർക്ക് പുതിയ പലിശ നിരക്കായിരിക്കും. അതായത് കുറഞ്ഞ പലിശ നിരക്കിൽ മാത്രമേ അവർക്ക് സ്ഥിര നിക്ഷേപം നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഉയർന്ന പലിശ നിരക്കിന്റെ നേട്ടം പുതുതായി ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുന്നവർക്ക് ലഭിക്കില്ല എന്നർത്ഥം. അതിനാൽ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനടി തന്നെ ചെയ്യുക. ബാങ്കുകൾ അവയുടെ പലിശ നിരക്ക് കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു നിക്ഷേപം നടത്തിയിരിക്കണം. എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിക്ഷേപ കാലാവധി എത്രയാണോ അത്രയും കാലയളവിലേക്ക് ഇപ്പോഴുള്ള ഉയർന്ന പലിശ നിരക്കിന്റെ നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് മാത്രമല്ല കുറയാൻ പോകുന്നത്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും താമസിയാതെ തന്നെ കേന്ദ്ര സർക്കാർ കുറച്ചേക്കും. പോസ്റ്റ് ഓഫീസുകളിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ടൈം ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, കിസാൻ വികാസ് പത്ര, സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയ വിവിധ നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കുകളൊക്കെ തന്നെ താമസിയാതെ കുറഞ്ഞേക്കും. പലിശ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത് തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടിയാണ്. കാരണം അവർക്ക് മറ്റു വരുമാനങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഒരു സ്ഥിര നിക്ഷേപത്തെ ആശ്രയിച്ച് മാത്രമായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന പലിശ നിരക്കിൽ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്നും മികച്ച വരുമാനം അവർക്ക് നേടിയെടുക്കുന്നതിന് സാധിക്കുകയുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് കുറയുന്നതിനാൽ മുതിർന്ന പൗരന്മാർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനവും കുറയുന്നതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ കുറച്ചുകൊണ്ടുള്ള ബാങ്കുകളുടെ പ്രഖ്യാപനം അടുത്ത ആഴ്ചയോടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ ചില ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ നിരക്കുകൾ കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ വരുത്തിയ കുറവ് വായ്പകളുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും പലിശ നിരക്കിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രിക്സ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.